ചിന്തയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത് ഫലം കായ്ക്കണമെന്ന് മാത്രമല്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഭൂമിയിൽ മുളച്ചിട്ടുള്ള എല്ലാ ചെടികളും എല്ലാ വൃക്ഷങ്ങളും വളർന്നു വരുമ്പോൾ കായ്ക്കും. ഇത് സ്വാഭാവികമാണ്. വിശ്വാസിയും അവിശ്വാസിയും കായ്ക്കും. അവിശ്വാസി കായ്ക്കുന്ന ഫലത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. മാനസാന്തരപ്പെട്ടവൻ കായ്ക്കുന്ന ഫലം, വിശ്വാസത്തിൽ വന്നവൻ കായ്ക്കുന്ന ഫലം. ഞാൻ പറയട്ടെ, ഇന്ന് സുവിശേഷം കേട്ട് വിശ്വാസത്തിൽ വന്നവർ ഫലം കായ്ക്കാതെ പോയതുകൊണ്ടാണ് സുവിശേഷം വേണ്ട വിധത്തിൽ ഫലപ്രദമാകാതെ പോയത്. മനസ്സിലായോ? സുവിശേഷം കേട്ട വിശ്വാസി ഫലം കായ്ക്കാതെ പോകുമ്പോൾ സുവിശേഷം വേണ്ട വിധത്തിൽ ഫലപ്രദമാകാതെ പോകും. സമൂഹത്തിൽ ആയിരങ്ങൾ മുന്നോട്ട് വരേണ്ടതിന് പകരം എന്നെയും നിന്നെയും ചൂണ്ടിക്കാണിച്ച് ഈ മാർഗമാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു കളയും. അവനും ഇവനുമൊക്കെ പോകുന്ന മാർഗമാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കളയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സാക്ഷ്യമുള്ളവരായി നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യേ ദൈവം മഹത്വം എടുക്കുകയും ഒരാൾ വന്നാൽ 2 പേര്, 2 പേർക്ക് 4 പേര്, അങ്ങനെ വർദ്ധിച്ചു വരികയും ചെയ്യും. മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് മുടിയൻ പുത്രൻ. അപ്പന്റെ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ച് ദുർനടപ്പുകാരനായി ജീവിച്ച് ഒടുവിൽ എല്ലാം നശിപ്പിച്ച ശേഷം പന്നി വളർത്തുന്ന ജോലി വരെ ചെയ്ത് വിശപ്പ് മാറ്റാൻ പന്നിക്ക് കിട്ടുന്ന ആഹാരം പോലും എനിക്ക് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവന് മനസ്സിലായി, പിതാവിൻ്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. ഇത് ഓർത്തപ്പോൾ അവന് മടങ്ങി വരണമെന്ന് തോന്നി. അവന് മടങ്ങി വരണമെന്ന് തോന്നിയിട്ട് ദൈവത്തിന്റെ സ്തോത്രം, അവനെന്തെന്നറിയാമോ? തോന്നലങ്ങ് നടപ്പാക്കി. ഈ തോന്നലങ്ങ് നടപ്പാക്കി കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ വന്നതായിട്ട് വായിക്കുന്നു. അവൻ്റെ അപ്പൻ മേത്രമായ അങ്കി അവനെ ധരിപ്പിച്ചു, കാലിന് ചെരുപ്പിടിവിച്ചു, കൈക്ക് പൊന്മോതിരം ഇടിവിച്ചു, തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു. വീട്ടിൽ വലിയ ഘോഷങ്ങളും വാദ്യസ്വരങ്ങളും മുഴങ്ങി. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് തിരിച്ചു വന്നപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ചേട്ടൻ വയലിൽ നിന്ന് വന്നു. ചേട്ടൻ ചോദിച്ചു, ഇതെന്താണ് ഇത്ര വലിയ ബഹളം? ആഘോഷത്തിന്റെ കാരണം എന്താണ്? വേലക്കാരൻ പറഞ്ഞു, നിന്റെ കാണാതെ പോയ സഹോദരൻ മടങ്ങി വന്നു. ഇത് കേട്ടപ്പോൾ ഇവനകത്ത് കയറേണ്ടതിന് പകരം തിരിച്ചു വന്ന സഹോദരനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച്, നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു, നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചെന്നൊക്കെ പറയേണ്ടതിന് പകരം അവനോ അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ പുറത്തു നിന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മാനസാന്തരത്തെക്കുറിച്ച് പഠിക്കുമ്പം ഈ ഒരു സ്വഭാവം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവമാണ്. മാനസാന്തരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാനത് വിശദമായിട്ട് പിന്നെ എടുക്കാം. അതായത് വേറൊരുത്തനകത്ത് കയറിയാൽ എനിക്ക് പുറത്തു നിൽക്കാനുള്ള മനോഭാവം. സ്വന്തം സഹോദരൻ മടങ്ങി വന്നപ്പം ഇവനകത്ത് കടപ്പാൻ കഴിയാതെ മനസ്സില്ലാതെ പുറത്തു നിന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ എനിക്ക് ഒരു കാളയെ പോലും തന്നിട്ടില്ല, ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല, സകലതും നശിപ്പിച്ചവൻ വന്നപ്പോൾ ഉണ്ടോ അതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇപ്പം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യം. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 15-ാം അധ്യായം 7-ാം വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി 9-ാം വാക്യത്തിന്റെ അവസാനം തൊട്ട് അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച്
ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് 11-ാം വാക്യത്തിൽ പിന്നെയും ഒരു ഉപമ അവൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഈ 3 ഉപമയും, കാണാതെ പോയ ആടുകൾ, കാണാതെ പോയ ദ്രഹ്മ, കാണാതെ പോയ മകൻ, ഈ 3 വിഷയവും മാനസാന്തരത്തോടനുബന്ധിച്ച് മാനസാന്തരത്തിന്റെ ആവശ്യകതയും മാനസാന്തരത്തിന്റെ അനന്തരാനുഭവങ്ങളുമൊക്കെയും ചേർന്ന് പറയുന്ന ഉപമകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ ഇളയ മകൻ സ്വത്തെല്ലാം നശിപ്പിച്ച് ദുർനടപ്പുകാരനായി ജീവിച്ച് ഒടുവിൽ പന്നിയെ വളർത്താൻ പോയിട്ട് പന്നിക്കൂട്ടിൽ നിന്ന് മടങ്ങി വന്ന് അപ്പൻ്റെ ഭവനത്തിൽ വന്ന് വസ്ത്രം, മോതിരം, ചെരുപ്പ്, തീറ്റ, ഇത്രയും കാര്യങ്ങൾ അവൻ തിരിച്ചു കിട്ടിയെന്നല്ലാതെ പിന്നെ അവൻ്റെ ജീവിതം എങ്ങനെ ആയിരുന്നെന്ന് നമുക്ക് വായിക്കാനില്ല, പറഞ്ഞിട്ടില്ല. മാനസാന്തരപ്പെടുന്നത് വരെയുള്ള അനുഭവവും മാനസാന്തരപ്പെട്ടാൽ കിട്ടാൻ സാധ്യതയുള്ള അനുഗ്രഹവും അത്ര കൊണ്ട് അതവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഉപമയിൽ നിന്ന് മാനസാന്തരപ്പെട്ട ഒരുവൻ എങ്ങനെ ജീവിച്ചു എന്ന് കാണുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ വേറൊരു വ്യക്തിയുണ്ട്, അത് ഉപമയല്ല, കഥയല്ല, ജീവിച്ചിരുന്ന വ്യക്തിയാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 74-75 വാക്യങ്ങൾ. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല. എന്നിട്ട് 3ാമത് യേശുവിനെ തള്ളിപ്പറയുന്ന സമയത്ത് കോഴി കൂവി. കോഴി കൂവിയപ്പോൾ പത്രോസ് യേശു മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചനമോർത്തു. ആ പ്രവചനം എന്തായിരുന്നറിയാമോ? മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 31 മുതൽ. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കൽ ഇടറും. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് സത്യമായിട്ട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. ഈ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നാൽ ഈ പ്രവചനം അല്പം കൂടെ വിശദമായിട്ട് എഴുതിയിട്ടുള്ളത് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27 മുതൽ. യേശു അവരോട്, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കുറച്ചും കൂടെ കർത്താവ് സ്പെസിഫിക് ആയിട്ട് ആ പറഞ്ഞ വാക്കുകൾ ഓരോന്നും എടുത്തെഴുതിയിരിക്കുകയാണ്. സുവിശേഷങ്ങളിൽ മാറ്റമുണ്ടായിട്ടല്ല, ചിലതിനകത്ത് വ്യക്തമായിട്ട് മുഴുവനും അങ്ങ് എഴുതി, ചിലതിനകത്ത് ആവശ്യമുള്ള പ്രസക്ത ഭാഗങ്ങൾ എഴുതി. സുവിശേഷം 4 പേര് 4 വിധത്തിൽ എഴുതിയെന്നല്ല, 4 പേര് 4 വശത്തു നിന്ന് നോക്കി എഴുതി. യേശുവിനെ 4 പേർ 4 ആംഗിളിൽ നിന്ന് നോക്കി എഴുതിയത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മർക്കോസ് ഈ സംഭവത്തെക്കുറിച്ച് എഴുതിയത് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പത്രോസ് അന്നേരം പുറമേ പറഞ്ഞ മറുപടി 31-ാം വാക്യം, അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല എന്ന് അധികമായി പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ വിചാരിക്കുന്നു 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ഒരുത്തന് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റി കൊടുത്ത് തൂങ്ങിച്ചെത്തു.
ബാക്കി 11 പേരുണ്ടായിരുന്നു. ഈ 11 പേരും ചെയ്യാത്ത കാര്യം ഈ പത്രോസിന് ചെയ്യേണ്ടി വന്ന എന്നാണെന്നറിയാമോ? നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 11 അപ്പോസ്തലന്മാരും യേശുവിനെ തള്ളിപ്പറഞ്ഞായിട്ട് വായിക്കുന്നില്ല. 11 പേരും ചെയ്യാത്തൊരു കാര്യം ഒന്നാമൻ പത്രോസ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥാനത്ത് ആ ഒന്നാമനെ കൊണ്ട് ചെയ്യിച്ചു. കാരണം എന്തെന്നറിയാമോ? 14-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. കർത്താവ് പറഞ്ഞു, എല്ലാവരും എങ്കിൽ ഇടറും. 27-ാം വാക്യം വായിച്ച്. യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും. നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും. കർത്താവാ പറഞ്ഞത്. താഴോട്ട് വായിച്ച്. ഞാൻ ഇടയനെ വെട്ടും. ഞാൻ ഇടയനെ വെട്ടും. ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവ് വെറുതെ പറഞ്ഞതല്ല. വായിച്ചതായിട്ട്. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സഖരിയാ പ്രവചനത്തിൽ ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നു, ഇവിടെ മിണ്ടാതിരുന്നാൽ മതി. പക്ഷേ ഈ പുള്ളി ചാടി വീണ് എന്നാ പറഞ്ഞ? പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? കർത്താവേ, ഈ 12 എണ്ണം ഉണ്ടായിരുന്നു, ഒരുത്തൻ പോയെന്ന് അറിഞ്ഞിട്ടില്ല, അന്നേരം ഒറ്റിക്കൊടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 12 എണ്ണം ഉണ്ടായിരുന്നു. ഈ 12 പേരിലും ഞാൻ വ്യത്യസ്തനാണ്. ഈ 12 പേരെക്കാൾ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. വാക്കും ഭാഷണവും കൂടാതെ പത്രോസ് വെളിപ്പെടുത്താൻ ശ്രമിച്ചത് അതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാക്കിൽ വെളിപ്പെടുത്തുന്നതിനേക്കാൾ പ്രവൃത്തിയിൽ കാണിക്കുന്നവരായിരിക്കണം. സ്നേഹമുണ്ട്, ശരിയാണ്. പക്ഷേ ചെലവില്ലാത്ത ചക്കരവാക്കുകൊണ്ട് അത് നീ സ്നേഹിക്കുന്ന വ്യക്തിയോട് പറയുമ്പോൾ നീ അവനെ ഒരു പരിധി വരെ മയക്കുക. ഒരു പരിധി വരെ അവനെ അങ്ങ് മയക്കുക. അത് ബ്ലാക്ക് മാജിക് അല്ലെന്ന് മാത്രം, അത് വൈറ്റ് മാജിക് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. പ്രൈസ് ദി ലോർഡ്. നാവിൽ ചക്കര വാക്കുമായി നടക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, എല്ലാവരെയും മയക്കിക്കൊണ്ട് എല്ലാ കാലത്തും ജീവിപ്പാൻ പറ്റത്തില്ല. ഈ മയക്ക് പരിപാടി അവസാനിപ്പിച്ചോണം. നല്ല തെരഞ്ഞെടുത്ത വാക്കുകൾ, അതിനൊരു പഞ്ഞവുമില്ല. ഡിക്ഷണറിക്കകത്ത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പറ്റിയ വാക്ക് തിരഞ്ഞെടുത്ത് പറ്റിയ വിധത്തിൽ ഫിറ്റ് ചെയ്ത് ആരുടെയും കണ്ണുകുരുടാക്കാം, വെട്ടിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ഹൃദയത്തിൽ നിന്നല്ലെങ്കിൽ ദൈവം കണക്കിടും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഏറ്റവും വിഷമുള്ള സാധനമെന്ന് പറയുന്നത് യാക്കോബ് പറയുന്ന നാക്കാ. ഏറ്റവും വിഷമുള്ള സാധനം. രാജവെമ്പാല പോലും ഒരു മനുഷ്യനെ നക്കിക്കൊല്ലുകയില്ല, അതിന്റെ വിഷമിരിക്കുന്ന പല്ലേല. എന്നാൽ ഇരിക്കാലിൽ നടക്കുന്ന ചില രാജവെമ്പാലകളുണ്ട്, ഇതിന്റെ മുഴുവൻ വിഷവും നാക്കിലാണ്. മാത്രമല്ല, നാട്ടിൽ കാണുന്ന രാജവെമ്പാല അല്ലെങ്കിൽ കരിമൂർക്കൻ കടിച്ചാൽ ആ കടി കൊണ്ടവനെ ചാകത്തുള്ളൂ. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ സൈസ് 2 കാലം നടക്കുന്ന ചില രാജവെമ്പാലകൾ, ആണുകൊണ്ട് പെണ്ണുണ്ട്, കടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് മുഴുവൻ ചത്തുപോകും, ഒരു സഭ മുഴുവൻ ചത്തുപോകും, ഒരു ഭവനം മുഴുവൻ ചത്തുപോകും. ഇന്ന് പകൽക്കാലം നാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. മാനസാന്തരപ്പെടേണ്ട കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ മാനസാന്തരപ്പെടേണ്ടത് നാവാണ്. ചക്കരവാക്കും മുഖസ്തുതിയും ഭംഗിവാക്കും കൊണ്ട് നിങ്ങളെ ആരും
ചതിക്കാതിരിപ്പാൻ, വെട്ടിലാക്കാതിരിപ്പാൻ സൂക്ഷിച്ചോണം. മനുഷ്യനൊരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയാമോ? ആരെങ്കിലും അങ്ങ് പൊക്കിയാൽ അവനങ്ങ് പൊങ്ങും. ഈ പൊങ്ങാനുള്ള ഒരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ആരും പൊക്കാത്തത് കൊണ്ട് വിഷമിച്ചു കിടക്കുക ഈ പുള്ളി. അപ്പോഴാണ് ഒരാൾ വരുന്നത് ഇവനെ പൊക്കാൻ. നിങ്ങൾ ഈ ബലൂൺ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? സാധാരണഗതിയിൽ താഴ്ത്തി ഇങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളുകയില്ല കാണാൻ. എന്നാൽ ഊതി വീർപ്പിച്ചാൽ നല്ല ഭംഗിയാണ്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഊതി വീർപ്പിച്ചും കൈ വിട്ടാൽ അത് താഴെ പോയി വീഴും. ഈ ചിലർ എത്ര ഊതിയാലും മറ്റവൻ പൊങ്ങുകയില്ല. ആ ബലൂണിന്റെ കുഴപ്പമല്ല, ഊത്തിന്റെ കുഴപ്പമാണ്. ചിലർക്ക് ഊതാതിരിക്കുക നല്ലത്, തന്നെ പൊങ്ങിപ്പോയനെ. എന്നാൽ ഇതേ ബലൂൺ ശരി ഹൈഡ്രജൻ അടിച്ചാൽ കയറ്റിയാലുണ്ടല്ലോ, ഈ ഹൈഡ്രജൻ കയറുമ്പോൾ തൊട്ട് ബലൂൺ ചോദിക്കുന്നത് ഞാൻ എപ്പോഴാ പൊങ്ങണ്ടെന്ന് നിൽക്കുന്നത്. മനസ്സിലായി? അതങ്ങോട്ട് ഫുള്ളായിട്ട് ഒരു ചരടിട്ട് കെട്ടിയാൽ പിന്നെ പുള്ളിയെ പിടിച്ചു നിർത്താനാണ് പാട്. ഇതറിയാവുന്ന ചില ആളുകളുണ്ട്. അവരിങ്ങനെ എപ്പോഴും പോക്കറ്റിൽ ഹൈഡ്രജൻ കൊണ്ടുപോകും. ആരെ കണ്ടാലും ഇത്തിരി ഹൈഡ്രജൻ അടിച്ചാൽ കയറ്റും. ഇതകത്ത് കയറിയാൽ ഈ പുള്ളി അങ്ങ് പൊങ്ങും. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ പൊങ്ങിയ സാധനം ആദ്യം കണ്ണുമ്പട്ടത്തുനിന്ന് പോവും. പലതിനെയും പൊക്കിയാൽ പിന്നെ സ്ഥലത്ത് കാണുകയില്ല. ഇനി ഇതങ്ങോട്ട് പൊങ്ങി 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 ഒരു ലിമിറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ പോന്ന് പൊട്ടുപൊട്ടും. പക്ഷെ നമ്മൾ കേൾക്കത്തില്ല. കുറെ കഴിയുമ്പോൾ 4-5 കഷ്ണമായിട്ട് താഴോടെ വീണിട്ടുണ്ടാവും. നിന്നെ ഭംഗിവാക്കും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ആരെങ്കിലും പൊക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇത് നിനക്ക് നാശത്തിനാണ്, ഇത് നിനക്ക് നന്മയ്ക്കല്ല. അതുകൊണ്ട് പൊക്കാൻ വരുന്ന ആളോട് പറഞ്ഞു, കൊച്ചമ്മേ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബോധിച്ചു, പക്ഷെ ഒരു കാര്യം, നമ്മളടുത്ത് നമ്പർ ഇറക്കണ്ട. പക്ഷെ അങ്ങനെ പറയാൻ വയ്യെങ്കിൽ ചിലർക്കൊന്നും അതിനുള്ള ഗട്ട്സ് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പറയാൻ വയ്യെങ്കിൽ എന്ത് അറിയാമോ? മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അതരുതേ, കർത്താവേ അതരുതേ. ഏതാണെന്നറിയാമോ? 21 തൊട്ട് വായിച്ച്. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തി നിൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് ഈ പുള്ളി എല്ലാത്തിനും മുമ്പിലാ. അന്നേരം പുള്ളി ചാടി മുമ്പ് വീണു. എന്നിട്ട് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, കർത്താവേ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. ആ തുടങ്ങി എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പലയിടത്തും മുമ്പ് ഉപയോഗിക്കാൻ പറ്റിയൊരു വാക്കാം. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പത്രോസ് യേശു ക്രിസ്തുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് മാറ്റി നിർത്തിയിട്ട് നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് സ്നേഹത്തിൽ വഴക്ക് പറഞ്ഞു തുടങ്ങി എന്ന് എഴുതുന്നതിന്റെ അർത്ഥം കേട്ടോ. ചിലരൊക്കെ ഈ സ്നേഹം കൂടി വഴക്ക് പറയുന്ന പോലെ വന്ന് പറഞ്ഞു കളയും. ഗുണത്തിനല്ല. നമ്മൾ വിചാരിക്കും ഈ സ്നേഹം കൂടിയായിട്ടുള്ള വഴക്കാന്ന്. മനസ്സിലാക്കിക്കോണം, നിന്നെ നശിപ്പിക്കാനാ. 2 വിധത്തിലുണ്ട്. ഒന്ന് പൊക്കി അടിക്കുക, 2 പിടിച്ചടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടാമത്തെ പിടിച്ചടിക്കുക, മറ്റത് പൊക്കിയടിക്കുക അല്ലേ? പിടിച്ചു ദൂരെ കൊണ്ടുപോയിട്ട് പത്രോസ് അവനെ പിടിച്ച് വേറെ കൊണ്ടുപോയിട്ട് ശാസിച്ചു തുടങ്ങി. യേശു വിളിച്ചെന്നറിയാമോ? സാത്താനേ എന്നെ വിട്ടുപോ. ആരെങ്കിലും നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അകത്ത് പറഞ്ഞോണം, പോ പിശാചേ എന്നെ വിട്ടുപോ. ഈ ആളെ പിശാചെന്നും വിളിക്കല്ലേ, പക്ഷെ അകത്ത് യേശുവിന്റെ നാമത്തിൽ അങ്ങ് ശാസിച്ചേക്കണം. നിനക്ക് ഗുണമാണ്. വേറെ ഒരു മാനസാന്തരം വന്നില്ലെങ്കിലും ഈ കാര്യത്തിൽ മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? മറ്റുള്ളവർ പൊക്കിയ പൊങ്ങാത്തൊരു ഹൃദയം ഉണ്ടാകണം. അതെനിക്ക് നാശത്തിലാണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവൻ പൊക്കാൻ തുടങ്ങുമ്പോൾ ഒന്നുകൂടെ ചേർന്ന് നിന്ന് പൊങ്ങുന്നതെന്നറിയാമോ? ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട് മനുഷ്യന് പൊങ്ങാൻ. പിശാച് അതിൽ നിന്ന് മുതലെടുക്കുക, എന്നിട്ട് ശത്രു അതിൽ നിന്ന് മുതലെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് വല്ലവരും പ്രശംസിച്ച് പറഞ്ഞാൽ നഷ്ടം നിങ്ങൾക്കാണ്,
കാരണം പ്രതിഫലം കിട്ടിപ്പോയി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. ഇന്നൊരു തീരുമാനമെടുക്കാമോ? എന്നെ നിന്ദിച്ച്, എന്നെ പരിഹസിച്ച്, എനിക്കെതിരായി അപവാദം പറഞ്ഞ് കളവ് പറയുമ്പോൾ, എനിക്ക് വേദനയുണ്ടാക്കുമ്പോൾ, എന്നെ ഇടിച്ചു സംസാരിക്കുമ്പോൾ ഞാൻ സന്തോഷിച്ച് തുള്ളിച്ചാടും. കാരണം സ്വർഗത്തിൽ എനിക്ക് വലിയ പ്രതിഫലം കിട്ടുന്നൊരു പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ വിവരം അറിഞ്ഞാൽ ആളെ വിളിച്ചിട്ട് ഒരു താങ്ക്സ് കൂടെ പറഞ്ഞാൽ നന്നായി. പകരം നമ്മളെന്തെന്നറിയാം, നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടാൽ ആ ആള് അതിലെ കൂടെ പോയാൽ മതി, ഇവിടെ മഴക്കാറ് കയറും. മനസ്സിലായോ? ഈ മനുഷ്യനാ ഏതെങ്കിലും ഒരു വട്ടത്തുണ്ടായാൽ മതി, പുള്ളി പിന്നെ മസിലൊക്കെ പിടിച്ച് നിൽക്കത്തുള്ളൂ. എന്നാ നിന്നെ അറിയാൻ പറ്റാ, ഞാൻ കേട്ടു, കണ്ടു, അറിഞ്ഞു, മമ്പട ചെയ്യല്ലേ, പ്രതിഫലം പോവും. പറ്റിയാല് സഹോദര വന്നേ, എന്തൊക്കെയുണ്ട് വിശേഷം? ചിലപ്പോൾ നന്നാവും. മനസ്സിലായോ? ചിലപ്പോൾ അവൻ മാനസാന്തരപ്പെടും. അതിന് പകരം അങ്ങനെ അവൻ പറഞ്ഞു, അവൻ്റെ കാര്യം നിങ്ങൾക്കറിയത്തില്ല. ചിലരുടെ പരിപാടി അതാ. അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞെന്നോ, നിങ്ങൾക്ക് അവൻ്റെ കാര്യം അറിയാമോ എന്നും പറഞ്ഞ് പുള്ളിയുടെ അപ്പൻ, അപ്പൂപ്പൻ, അതിൻ്റെ അപ്പുറത്ത് അപ്പൂപ്പൻ, 4-ാം തലമുറ വരെ ഉള്ളത് ആ പുള്ളിക്ക് അറിയാത്തതുപോലെ ഈ പുള്ളിക്ക് അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദുഷിച്ച് നീ ജയമെടുക്കുമായിരിക്കും, പക്ഷേ തോൽവിയാണ്, നഷ്ടമാണ്. കാരണം നിനക്ക് വേണ്ടിയുള്ള പ്രതിഫലത്തിൽ നിന്ന് അത് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മളെ ആരെങ്കിലും പുകഴ്ത്തി പറയുമ്പോൾ, പ്രശംസിക്കുമ്പോൾ, അതിൻ്റെ മധ്യേ നമ്മൾ ചുമ്മാ നിന്ന് കൊടുക്കുന്നൊരു അനുഭവത്തിൽ നിന്ന് ഈ ഉപവാസം കഴിയുമ്പോൾ ഒരു മാറ്റമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. 1. 2, ദൈവ സ്തോത്രം, അങ്ങനെ പുകഴ്ത്തി പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്ന് അവസാനിപ്പിച്ചോണം. യോഹന്നാൻ പറയുന്നു, 1-ാം ലേഖനം 3-ാം അധ്യായം 18, കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാവ് കൊണ്ടും വാക്കുകൊണ്ടും സ്നേഹം പ്രകടിപ്പിച്ച് ആളുകളെ മയക്കുന്ന സ്വഭാവം കയ്യിലുണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിച്ചാൽ നിനക്ക് പിന്നെ ഈ അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നാക്കുകൊണ്ട് വാക്കുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരം ദൈവവചനം പറയുന്നു, നീ പ്രവൃത്തിയിൽ കാണിക്ക്. നമ്മുടെ വാക്കുകൊണ്ട് മുതലെടുക്കുന്ന ജീവിതമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. മനസാന്തരത്തിന് ഏറ്റവും യോഗ്യമായ ഫലം കായ്ക്കുവാൻ വാക്കിനാലും നാക്കിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ കർത്താവ് വ്യക്തമായി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. 4 കാര്യങ്ങൾ അവിടെ പത്രോസിനെ ഓർപ്പിച്ചു. 1, ഇന്ന് രാത്രി, നാളെയല്ല ഇന്ന് നടക്കും. 2, കോഴി 2 വട്ടം കൂകുന്നതിന് മുമ്പ്. 3 വട്ടം. 4, തള്ളിപ്പറയും. ഈ മുന്നറിയിപ്പിൻ്റെ കൃത്യതയൊന്ന് നോക്കണം. വേണമെങ്കിൽ ഇത് സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ സ്റ്റെപ്പും എടുക്കാം. യൂദായുടെ കാര്യം നോക്കുമ്പോൾ മോറോർലെസ് ഇത് തന്നെയാണ് സംഭവിച്ചത്. യേശു ആദ്യം പറഞ്ഞു, ഇന്ന് നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. രണ്ടാമത് പറഞ്ഞു, എന്നോടുകൂടെ ഇപ്പോൾ താലത്തിൽ കൈമുക്കുന്നവൻ. ഇന്നലെ യൂദായുടെ കൈ അതിനകത്തിരിക്കുക. 3-മത് യേശു പറഞ്ഞു, ഞാൻ ഈ അപ്പഖണ്ഡം മുക്കി ആർക്ക് കൊടുക്കുന്നുവോ അവൻ. 4-മത് യേശു പറഞ്ഞു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. 4 വാണിംഗാണ് യൂദയ്ക്ക് കിട്ടിയത്. വേണമെങ്കിൽ കർത്താവേ
ഞാൻ ഒരു കാലത്തും നിന്നെ ഒറ്റിക്കൊടുക്കത്തില്ല എന്ന് വാ കൊണ്ട് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. വേണമെങ്കിൽ ഒറ്റിക്കൊടുക്കാതെ ഇതിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കാമായിരുന്നു. പക്ഷെ ഇരുന്നില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതിരുന്നെങ്കിലോ? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അവൻ യേശുവിൻ നെഞ്ചോട് ചാഞ്ഞു. കർത്താവേ, അതാരെന്ന് ചോദിച്ചു. ആ ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യൻ ആര് എന്ന് ചോദിച്ചു. 21. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ചു. 25-ാം വാക്യം. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു. കർത്താവേ, അതാരെന്ന് ചോദിച്ചു. ഞാൻ അപ്പഖണ്ഡം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. എന്നിട്ട് ഖണ്ഡം മുക്കി ശിമോൻ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഖണ്ഡം മുക്കി ശിമോൻ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. അടുത്ത വാക്യം. ഖണ്ഡം വാങ്ങിയ ഉടനെ ശ്രദ്ധിക്കണമേ, സാത്താൻ അവനിൽ കടന്നു. അതുവരെയും സാത്താൻ കടന്നില്ല. പുറത്ത് നിന്ന് പറഞ്ഞേ ഉള്ളൂ, കാശ് കിട്ടൂടാ ഒറ്റിക്കോ, കാശ് കിട്ടൂടാ ഒറ്റിക്കോ. പുറത്തുനിന്ന് പറഞ്ഞേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, പിന്മാറ്റത്തിൽ പോകുന്നതിന്, പാപം ചെയ്യുന്നതിന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 3 സ്റ്റെപ്പുണ്ട്. 1 മോഹം, 2 ആകർഷണം, 3 വശീകരണം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഞാൻ ടീനേജേഴ്സിനോട് പറയട്ടെ, ഈ 3 ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകാതെ ജീവിതം നശിക്കുകയല്ല. ശിംശോൻ അപ്പനോടും അമ്മയോടും വന്ന് പറഞ്ഞത്, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു. നിവൃത്തിയില്ല. പിന്നെ അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു. അപ്പനും അമ്മയും കൂട്ടുനിന്നു. ഇന്ന് ഒത്തിരി 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 കല്യാണങ്ങളും അപ്പനും അമ്മയ്ക്കും കൂട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ട് ഒരു കണക്കിനങ്ങ് കെട്ടിക്കുക. ദൈവമക്കളെ, വിളിക്കുന്ന ടീനേജേഴ്സിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നശിക്കാനിടയാകരുത്. ഒരു ജീവിതമേ ഉള്ളൂ. തകരാനിടയാകരുത്. ശക്തനായ ഒരുവൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരുവൻ, ഇസ്രായേലിൽ സമാധാനമില്ലാതിരുന്ന സ്ഥാനത്ത് ഫെലിസ്ത്യരെ കൊന്നൊടുക്കിയ, ഇസ്രായേലിന് വീണ്ടെടുപ്പ് കൊടുത്ത ശക്തനായ ഒരുവൻ തകർന്നുപോയ വിഷയമാണ്. ദൈവത്തിൽ നിന്ന് ദൈവത്തെ കണ്ടെത്തിയ ശേഷം വ്യക്തമായ നിർദ്ദേശമില്ലാതെ പെണ്ണ് കെട്ടാനും കല്യാണം കഴിക്കാനും പോകല്ലേ, നിന്റെ കുടുംബവും ജീവിതവും തകരും. പ്രൈസ് ദി ലോർഡ്. ചിലർ ധരിച്ചു വെച്ചെങ്കിൽ ഇതൊക്കെ ഒരു ഹോർമോണിന്റെ പ്രവർത്തനമാണ്. ഇത് ഹോർമോണൊന്നുമല്ല, നല്ല വിവരമില്ലായ്മയാണ്. പ്രൈസ് ഗോഡ്. പക്ഷെ അപ്പനും അമ്മയും മക്കളുടെ പോക്ക്, നടപ്പ്, സംസാരം, ഇടപാട്, ഇതൊക്കെ ഒരു കണ്ണു വേണം. ഇത് ലെവല് തെറ്റുന്നത് കണ്ടാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിള്ളേരുടെ ആ സ്പീഡ് ശരിയായിക്കോണം. ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മോഹം, ആകർഷണം, വശീകരണം. ഇതിൽ മോഹത്തിൻ്റെ സമയത്ത് വേണ്ടി വന്നാൽ അവിടെ വെച്ച് നുള്ളി അവസാനിപ്പിക്കാം. ആകർഷണത്തിൻ്റെ സമയത്ത് വേണ്ടി വന്നാൽ പുറകോട്ട് പോകാം. പക്ഷെ വശീകരണത്തിൽ വന്നാൽ അങ്ങനെ ഈസിയായിട്ട് നടക്കത്തില്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ വശീകരണത്തിൽ വന്ന പലതിൻ്റെ ഉപവാസം എന്തിനാണെന്നറിയാമോ? അത് തന്നെ നടക്കാൻ വേണ്ടിയ ഉപവാസം, രക്ഷപ്പെടാനല്ല. മനസ്സിലായോ? അത് തന്നെ ശരിയാക്കി കിട്ടാൻ വേണ്ടി ഉപവസിച്ചത്. കാരണം എന്താണെന്നറിയാമോ? വശീകരണത്തിൽ പെട്ട് കിടക്കുക. പക്ഷെ ദൈവവചനം കേൾക്കുമ്പോൾ സുബോധം വരണം. അപ്പോ സാത്താൻ അവനിൽ കടന്നു. ഇനി ആരാ ഇവനെ ഡ്രൈവ് ചെയ്യുന്നത്? സാത്താനാണ്. അങ്ങനെ സാത്താൻ ഡ്രൈവ് ചെയ്യാതിരിക്കാൻ കർത്താവ് പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 19 മുതൽ. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു. ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അവനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അപ്പനും അമ്മയും കൂടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞങ്ങൾ പറഞ്ഞിട്ട് അവൾ കേൾക്കാത്ത എന്നാ, ഞങ്ങൾ പറഞ്ഞിട്ട് അവൻ കേൾക്കാത്ത എന്നാ. മിക്കവാറും തള്ളക്ക് ഈ രോഗം പിടികിട്ടും. അതൊക്കെ
ഗുണം പിടിക്കുന്ന തള്ളയാണെങ്കിൽ അപ്പനോട് പറയും. എന്നെ ചില തള്ളമാർ പറയത്തുമില്ല. തള്ള തന്നെ അതങ്ങ് വെച്ച് ഒതുക്കി ഒടുക്കം പെണ്ണ് സ്ഥലം വിട്ട് കഴിയുമ്പോൾ പിടികിട്ടത്തുള്ളൂ. ശ്രമിച്ചിട്ടും ഒതുങ്ങാതെ കിടക്കുന്ന വിഷയമാണെങ്കിൽ, ഇവിടെ ശിഷ്യന്മാർക്ക് പറ്റിയത് അങ്ങനെ, ഈ സാധനം ഒതുങ്ങുന്നില്ല. ശിഷ്യന്മാർ ചെന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ഒതുക്കാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പനും അമ്മയും കൂടെ ചെന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഞങ്ങൾക്ക് ഒതുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കർത്താവിനോട് ചോദിച്ചാൽ മറുപടി കിട്ടുമെന്ന് ഉറപ്പുള്ളവൻ കർത്താവിനോട് ചോദിച്ചു. എല്ലാത്തരും എന്തോ ഇങ്ങനത്തെ ഒരു വിഷയം വന്നാൽ നിങ്ങൾ കുടുംബമായി നിങ്ങളുടെ ദൈവദാസനോട് ചോദിക്കണം, ഞങ്ങളിങ്ങനെ ഒരു പ്രശ്നത്തിൽ ഭാരപ്പെടുന്നു, എന്തു ചെയ്യണം? പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, ഈ ദൈവദാസനായിരിക്കണം. കിട്ടുന്ന വിഷയവും വീണ്ടും പാട്ടാക്കി അത് വെച്ച് മുതലെടുക്കാൻ നടക്കുന്ന വല്ല ദാസനൊന്നും ആകല്ലേ, ആകാത്ത വേലക്കാരാകല്ലേ. നിങ്ങളെ കൊണ്ട് പുറത്താക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ദൈവദാസനുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? വായിച്ചാട്ടെ, ഞങ്ങൾക്ക് അവനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ട്? അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് വിശ്വാസമുണ്ടെങ്കിലും അല്പവിശ്വാസമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇച്ചിരിയുടെ വിശ്വാസമുള്ള ഒരാളോട് ഷെയർ ചെയ്യണം. മിക്കവാറും കൂട്ടുവിശ്വാസത്തോട് ഷെയർ ചെയ്യാതിരിക്കാൻ നല്ലത് കേട്ടോ. കൂട്ടുവിശ്വാസം വഴക്കിടുമ്പോൾ ചിലപ്പോൾ വിളിച്ചു പറയും. ചിലർക്ക് പറ്റുന്ന അബദ്ധമാണ്. ചില ആളുകൾ ചില സമയത്ത് ചിലരുമായിട്ട് ചക്കരയും പീരയായിരിക്കും. ഈ അണ്ണാനെ കണ്ടിട്ടുണ്ടോ? ഓന്ത്, അണ്ണാൻ മുതലായ സാധനങ്ങൾ. ഇപ്പം ഈ തെങ്ങയെ കാണാം, പിന്നെ ആ മാവയെ കാണാം, പിന്നെ ആ പ്ലാത്തെ കാണാം, പിന്നെ ഈ മരത്തെ കാണാം. ഓന്തിൻ്റെ കാര്യം എന്നാ അറിയാമോ? പച്ചമരത്തേരുന്നാൽ പച്ചയായിട്ട് അവിടെ ഇരിക്കും. നേരെ കയറി കറുത്ത മരത്തിലോട്ട് പോയാലോ അവൻ കറുപ്പാവും. അപ്പം ഈ ഒട്ടി നിൽക്കുന്ന സമയത്ത് രണ്ടും ഒന്നാന്ന് തോന്നും. ഇത് നിങ്ങളെ കണ്ടുപിടിക്കാനും കൂടെ ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും പറഞ്ഞ് ആരോടും പറയല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് സംശയമുള്ള ആളോട് മാത്രം പറയുക, വേറെ ആരോടും പറയരുത്. മിക്കവാറും 2-3 ദിവസത്തിനുള്ളിൽ ഈ കഥ സഭ മുഴുവൻ പാട്ടാകുന്ന അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആളെ പിടി കിട്ടും. ഇങ്ങനെയുള്ള വർഗത്തിന് വേറൊരു കുഴപ്പവും കൂടിയുണ്ട്. അവർക്കിനി എന്തെങ്കിലും ഒരു രഹസ്യം കയ്യിൽ കിട്ടിയാൽ അത് വേറൊരാളോട് പറയാതെ അന്ന് കിടന്ന് ഉറങ്ങത്തില്ല. സ്വസ്ഥത കാണുകയില്ല. ഒരു രഹസ്യമാണെന്നുള്ള ആരോടും പറയല്ലേ എന്നുള്ള മുഖവരോടുകൂടി എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ പിന്നെ അത് ആരോടെങ്കിലും പറയാതെ അവർക്ക് സ്വസ്ഥത കാണുകയില്ല. ഒരു ഭയങ്കര അസ്വസ്ഥത അവരെ അങ്ങ് ബാധിക്കും. 2-3 ദിവസത്തിനകം ഈ സംഗതി പാട്ടാകും. അപ്പം മനസ്സിലായിക്കോണം, ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ, ആള് ചെറിയ പുള്ളിയല്ല, വലിയ പുള്ളിയാണ്, ശരിയാണ്, പക്ഷെ ഒരു കുഴപ്പം, ദൈവത്തിന് സ്തോത്രം, സ്വഭാവം ശരിയല്ല. എന്നിട്ട് നിങ്ങൾ പാട്ടാക്കാൻ പോകണ്ട, നിങ്ങൾ നിങ്ങളുടെ തടി കേടാകാതെ സൂക്ഷിച്ചോണം. പിന്നെ ഈ പുള്ളിയോടൊന്നും പറയാതിരുന്നേക്കണം. മനസ്സിലായോ? അപ്പോൾ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവദാസനുമായി ഷെയർ ചെയ്യണം. വിശ്വസ്തനായ ദൈവദാസനാണെങ്കിൽ നിങ്ങൾക്കൊരു മറുപടി കിട്ടും. വിശ്വാസികളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ ദൈവദാസനോട് ഷെയർ ചെയ്യാണ് നല്ലത്. അവനോട് ദൈവം വേട്ടപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ഇവർ ചെന്നിട്ട് പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി വായിച്ചേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ നീങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമാണ് കാര്യം നടക്കാഞ്ഞത്. അടുത്ത വാക്യം, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകിയുമില്ല. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമാകത്തില്ല. അടുത്ത വാക്യം, എങ്കിലും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ വിശ്വാസം ഇല്ലെങ്കിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു. ആമേൻ. വശീകരണത്തിന്റെ ശക്തി മുറുക്കിയിട്ട് ഒരു മനുഷ്യൻ തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം അധീനപ്പെട്ടു പോയെങ്കിൽ അതിനെതിരായി പ്രാർത്ഥനയും ഉപവാസവും ഫലിക്കും. നിങ്ങൾ വിചാരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ വണ്ണം വശീകരണത്തിന്റെ ശക്തിയിൽ അമർന്നുപോയെങ്കിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവസന്നിധിയിൽ വിഷയം വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ദൈവദാസനുമായി പറഞ്ഞ് ഐക്യതയോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് ഏക്കും. അതാണ് ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.